പക്ഷേ അനിൽകുമാർ, ഇനി നമ്മൾ ഈ ക്ഷേമ പരിപാടികളെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? നോക്കൂ, എല്ലാ വർഷവും 100 രൂപ വീതം ക്ഷേമ പെൻഷൻ കൂട്ടി വന്നിരുന്ന ഒരു കാലം LDF സർക്കാരിനുണ്ടായിരുന്നു. ആ കാലം അവസാനിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഇപ്പോൾ കുടിശ്ശികയാണ്, സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കും എന്നൊരു പരാമർശം മാത്രമേ ഉള്ളൂ. റബ്ബറിന്റെ താങ്ങുവില 250 ആക്കണം എന്ന ആവശ്യമുള്ളിടത്ത് 10 രൂപ കൂട്ടി 180 രൂപയാക്കാനേ പറ്റിയിട്ടുള്ളൂ. വിപണി ഇടപെടലിന് നോക്കുമ്പോൾ സപ്ലൈകോ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിപണി ഇടപെടലിന് ഒരൊറ്റ പൈസ നീക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ സപ്ലൈകോ എംപ്ലോയീസിന്റെ AITUC യൂണിയൻ തന്നെ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നു. അത് പക്ഷേ നമുക്ക് ഓൺ റെക്കോർഡ് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇങ്ങനെ ഇത്തരത്തിൽ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന്റെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും ചെലവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സപ്ലൈകോയുടെ കാര്യത്തിൽ ഒരു മന്ത്രിസഭാ ഉപസമിതിയും ഒക്കെ തന്നെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുക. ഉദ്യോഗസ്ഥന്മാരുടെ സമിതി അത് LDF രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് മന്ത്രിസഭാ തീരുമാനം വരും. തീരുമാനം വരുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരും. അത് കാത്തിരിക്കാം. അതിൽ സർക്കാർ അറസ്റ്റ് നിൽക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല, അതിൻ്റെ ഫലപ്രദമായിട്ട് ഇന്ത്യ രാജ്യത്തെ വിലക്കയറ്റത്തിൻ്റെ തോത് കേരളത്തിൽ ഇല്ല എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, 1000 രൂപ വാഗ്ദാനമായിരുന്നു നമ്മൾ പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. അതാണ് 1600 ആക്കിയത്. അതിന് കാരണം എന്താണ്? അന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ സർക്കാർ അവരുടെ കൂടെ നിന്നു. ഇപ്പം സർക്കാർ ശകലം ബുദ്ധിമുട്ടിലാണ്. അത് ജനങ്ങൾക്കറിയാം. എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്ന 1000, 100, 200 രൂപ വർദ്ധിപ്പിച്ചേനെ. റബ്ബറിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ്. 150, 170 ആക്കി, 180 ആക്കി. ഈ 30 രൂപ കൂട്ടിയത് LDF ആണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ്? അവരെ വീണ്ടും ഇറക്കുമതി നികുതി കുറച്ചിരിക്കുകയാണ്. റബ്ബർ കർഷകരെ വീണ്ടും ദ്രോഹിക്കുകയാണ്. ആസിയൻ കരാറും മറ്റേ കാര്യങ്ങളും. സംസ്ഥാന സർക്കാർ ആവുന്ന ചെയ്യും. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് 250. കേരളത്തിൻ്റെ ഭാഗമായി ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട KVS പറഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു. C&AG അല്ല ഇതിൻ്റെ കാര്യം നടത്തുന്നത്. തെറ്റായ കാര്യമാണ്. ദൈനംദിന മാനേജ്മെൻറ്റിൽ C&AGക്ക് ഒരു പങ്കുമില്ല. അതേസമയം RBI പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ നികുതി വളർച്ചയെക്കുറിച്ച് RBIയുടെ റിപ്പോർട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഞങ്ങൾ മറുപടി കൊടുക്കുന്ന RBIയുടെ രേഖയാണ്. അവർ കേരളത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏതാ കേരളത്തിൻ്റെ ദുർജലവ്? അതൊന്ന് മനസ്സിലാക്കത്താ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുർജലവ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, അതിന് പെൻഷൻ കൊടുക്കേണ്ടി വരുന്ന, അതിൻ്റെ പരമായിട്ട് ആയുർദൈർഘ്യം കൂടിയില്ലേ? നമ്മൾ കൂടുതൽ കാലം ജീവിക്കുകയല്ലേ ഉത്തരേന്ത്യക്കാരെക്കാൾ അല്ലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുർദൈർഘ്യത്തിൻ്റെ വിലയാണത്. നമ്മളൊരാൾ 8 10 കൊല്ലം കൂടുതൽ ജീവിക്കുന്നു, ശിശുമരണമില്ല, മാതൃമരണമില്ല, അതിൻ്റെ വിലയല്ലേ? അതിന് വിലയിടാൻ പറ്റുമോ? ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിർമ്മല സീതാരാമന് സാമ്പത്തിക അച്ചടക്കമുണ്ടോ? 6.4 നിങ്ങളുടെ ഡെഫിസിറ്റ് ധനകാപ്പി. എന്നിട്ട് പിന്നെ ബാലഗോപാലിനെ നേരെയാക്കാൻ നടന്നാൽ നിങ്ങളെങ്ങനെ നേരെയാക്കും? 6.4 കമ്മിയുള്ളവർ പറയുകയാണ് 3.6 കമ്മിയുള്ളവർ മാറി നിൽക്കട്ടെ. അത് ന്യായമാണ്. അതുകൊണ്ട് നിർമ്മല സീതാരാമനാണ് സമൂഹത്തിനകത്ത് ഇത്തരത്തിൽ ഏറ്റവും തെറ്റായ നിലയ്ക്ക് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കടം വാങ്ങിച്ച് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അദാനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? അദാനി ലോകത്തെ 1ാമത്തെ സമ്പന്നനായി. അതാരും പറയത്തില്ല. അദാനി പൂജ പറയത്തില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മന്ത്രി പ്രസംഗം ആരംഭിച്ചത് തന്നെ നമ്മളും എല്ലാ പ്രതീക്ഷയും വെച്ചിരിക്കുന്നത് ഈ അദാനിയുടെ പുറത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഈ 10,000 കോടി എടുത്ത് ഡെവലപ്മെന്റ്. അഭിലാഷിന് തെറ്റി. എന്താ എന്ന് പറയാൻ? വിഴിഞ്ഞം പോർട്ടിന്റെ കരാറുകാരൻ മാത്രമാണ് അദാനി. വിഴിഞ്ഞം പോർട്ടിന്റെ കരാറുകാരൻ മാത്രമാണ് അദാനി. വിഴിഞ്ഞം പോർട്ട് കേരള സർക്കാരിന്റെയാ. അത് പണിയാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന അദാനി. ഒരു വ്യവസ്ഥ അതിൽ അയക്ക് അനുകൂലമായ കുറെ വ്യവസ്ഥകൾ ചേർത്ത് മോദി അതിന് കൂട്ടുകൂടി. ഞങ്ങളുടെ തർക്കം അതാണ്. ഞങ്ങൾ പറയുന്നത് കരാറുകാരനാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെതാണ്.